നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ ആപ്പ് സർക്കാർ വീണതിന് പിന്നാലെ തന്നെ ആപ്പിൻ്റെ ഇനിയുള്ള ഭാവിയെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയിൽ വലിയ വിമത നീക്കവും പാളയത്തിൽ പടയും നടക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. 30ഓളം നിലവിലുള്ള MLA-മാർ വിമത സ്വരം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ആ 30ഓളം MLA-മാരെ മറുകണ്ഠം ചാടിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നു. DK ശിവകുമാറിനെ ഓപ്പറേഷൻ ഏൽപ്പിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ പഞ്ചാബിലും ആപ്പിന് വലിയ തിരിച്ചടിയാണോ മുന്നിൽ കാണുന്നത്? അങ്ങനെയെങ്കിൽ മൊത്തത്തിൽ ഡൽഹിയിലെ തിരിച്ചടി ആപ്പിന് എത്ര കണ്ട് ക്ഷീണമുണ്ടാക്കുന്ന ഒന്നായിരിക്കും എന്നുള്ളതും കൂടി നമ്മൾ സംസാരിക്കുകയാണ്. ജിംസ്, കഴിഞ്ഞ ദിവസം നമ്മളിവിടെ സംസാരിച്ചതാണ് ആപ്പിൻ്റെ ഇനിയുള്ള ഭാവി. ഇപ്പോൾ പഞ്ചാബിൽ നിന്ന് വിവരങ്ങൾ കൂടി കണക്ട് ചെയ്യുമ്പോൾ ആപ്പ് എത്ര കണ്ടൊരു പ്രതിസന്ധിയെ നേരിടുന്നുണ്ട്? ആം ആദ്മി പാർട്ടി ഒരു ന്യൂ ജനറേഷൻ പാർട്ടി എന്ന് നിശ്ചയമായും പറയാവുന്ന ഒരു പാർട്ടിയാണ്. ലോകത്ത് ഈ 2010-ന് ശേഷം 2010-15 ശേഷം ഈ ന്യൂ ജനറേഷൻ പാർട്ടികൾ ധാരാളമായി ഇങ്ങനെ പൊങ്ങി വന്നു. ഗ്രീസിലെ സിരിസ, അല്ലെ സ്പെയിനിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അത്തരം പുതിയ മൂവ്മെൻറ്റുകൾ ഉയർന്നു വരുന്നത്. അവർക്ക് അവരുടെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ ഒരു സെൻറ്റർ ലെഫ്റ്റ് ഐഡിയോളജിയാണ് എപ്പോഴും ഉണ്ടാവുക എന്ന് മാത്രമല്ല പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയം അവർ പറയാൻ തുടങ്ങി. അതിൽ അഴിമതി വിരുദ്ധത മുതൽ ആൻറ്റി കോർപ്പറേറ്റ് മുതൽ അങ്ങനെ ഒരുപാട് മുതലാളിത്ത വിരുദ്ധം, അങ്ങനെ പല കോണുകളിൽ നിന്ന്. പക്ഷേ ഇടത് പാർട്ടികളെന്ന് പറയുമ്പോൾ പോലും അവരൊരു ക്ലാസിക്കൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ആയിരുന്നില്ല. അവർ ചില ഇടങ്ങളിൽ അവർ മാർക്സിസം ലെനിനിസമൊക്കെ ഐഡിയോളജി ആയിട്ട് സ്വീകരിക്കുമ്പോഴും അവരൊരു ക്ലാസിക്കൽ മാർക്സിസ്റ്റ് ശൈലിയിലല്ല അവർ പ്രവർത്തിക്കുക. എന്ന് മാത്രമല്ല പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ കൂടി, ഇപ്പോൾ കോപ്പിറൈറ്റ് പോലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ പുതിയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്നാണ്. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ വരുന്നത്. ആ സമയത്ത് വന്നുവെങ്കിൽ പോലും ആം ആദ്മി പാർട്ടി പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചതിലാണ് അഴിമതി വിരുദ്ധതയിലാണ്. ആ കാലത്ത് അഴിമതി ഒരു വലിയ പ്രശ്നമാണെന്ന തോന്നൽ ഇന്ത്യയിലുണ്ടായി. 2ാം UPA സർക്കാരിൻ്റെ കാലത്തുണ്ടായ 2G കോൾ സ്കാം, ഇതൊക്കെ നാട്ടുകാരിലുണ്ടാക്കിയൊരു ഷോക്കുണ്ട്. ആ ഷോക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ആ ഷോക്കിനെ മുതലെടുത്തുകൊണ്ടാണ് അവർ രംഗത്ത് വന്നത്. ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ ഒരു 10-15 വർഷം കഴിഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടി. ഒരു 13-14 വർഷമായിരിക്കുന്നു. ഈ സമയത്ത് ആം ആദ്മി പാർട്ടി ഇത് തുടങ്ങുമ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പലരും പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു താൽക്കാലിക പ്രതിഭാസമാണത് എന്ന് പലരും നിരീക്ഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് താൽക്കാലിക പ്രതിഭാസം എന്ന് പറഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ ഐഡിയോളജി വളരെ പ്രധാനമാണ്. എന്താണ് നിങ്ങളുടെ ഐഡിയോളജി എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനൊരു ഐഡിയോളജി വേണം. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് അഴിമതി വിരുദ്ധത എന്നുള്ളൊരു ഐഡിയോളജി അല്ല, അതൊരു ഗവേണൻസ് പ്രോബ്ലമാണ്. എന്ന് മാത്രമല്ല അഴിമതിക്കെതിരെ ലോകം മുഴുവൻ, ഇപ്പോൾ UN തന്നെയും അഴിമതിയെ പുതുതായി ഡിഫൈൻ ചെയ്യുകയും ഗ്ലോബൽ ക്യാമ്പയിനൊക്കെ നടത്തുന്ന സമയത്ത് തന്നെയാണ് ആം ആദ്മി പാർട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ അഴിമതി വിരുദ്ധത എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ല, അതൊരു ഗവേണൻസ് ഇഷ്യൂ ആണ്. എന്നിരിക്കെ അഴിമതി വിരുദ്ധത എന്നൊരൊറ്റ പോയിന്റിൽ മാത്രം രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പ്രവർത്തിക്കുന്നൊരു തോന്നലുണ്ടായിരുന്നു. ആ തോന്നൽ ശരിവെക്കുന്നതായിരുന്നു പിന്നീട് ആം ആദ്മി പാർട്ടിയുടെ വിജയവും പ്രവർത്തനവും പരാജയവുമല്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ കാണുന്നതാണ്. ഈ ആം ആദ്മി പാർട്ടി ആദ്യമായി അധികാരത്തിൽ വന്നതിന് ശേഷം മാറി വന്ന തെരഞ്ഞെടുപ്പുകളിൽ അസംബ്ലിയിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന അതേ ജനങ്ങൾ ലോക്സഭയിലേക്ക് BJPക്ക് വോട്ട് ചെയ്യുന്നു. അതെങ്ങനെ സാധിക്കുമെന്ന് ആലോചിക്കാമല്ലോ. ഉടനെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 2020 അസംബ്ലി ഇലക്ഷൻ നടക്കുന്നു. 2019 7 സീറ്റിലും BJP ജയിക്കുന്നു, 2020 ആം ആദ്മി പാർട്ടി ജയിക്കുന്നു. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പോൾ വോട്ടർമാരുടെ മനഃശാസ്ത്രം എന്താണ്? കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട ഒപ്പോണൻറ്റ്, ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒപ്പോണൻറ്റ് BJP തന്നെയാണ്, കോൺഗ്രസ് ചിത്രത്തിലില്ല. അപ്പോൾ വോട്ടർമാർ ആം ആദ്മി പാർട്ടിയും BJPയും ഒരുപോലെ വഹിക്കുന്നു എന്നതിനർത്ഥം രണ്ടുപേരും ഏതൊക്കെയോ കോമൺ ഗ്രൗണ്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ കോമൺ ഗ്രൗണ്ട് എവിടെയാണെന്നുള്ള ചോദ്യത്തിലാണ് ആപ്പിൻ്റെ വർത്തമാനവും ഭാവിയും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ്. ആം ആദ്മി പാർട്ടി ചീഫ് അരവിന്ദ് കെജ്രിവാൾ RSSന് ഒരു കത്തെഴുതാണ്. ഇവിടെ BJP മുഴുവൻ വോട്ടർ പട്ടികയിൽ നിന്ന് ആളുടെ പേരുകൾ ഡിലീറ്റ് ചെയ്യുന്നു, പണം കൊടുത്ത് വോട്ട് നേടാൻ ശ്രമിക്കുന്നു. ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ BJPയുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് BJP ചെയ്യുന്ന ഒരു തെറ്റാണ്. RSS അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളല്ല. RSS കുറേ കൂടി ധാർമ്മിക മൂല്യങ്ങളുള്ള, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു ജനാധിപത്യവാദിയായ ഒരു സംഘടനയാണ്. അപ്പോൾ BJPയുടെ ഗാർഡിയൻ എന്ന നിലയിൽ, അതായത് മക്കൾ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് അയൽവാസികൾ അച്ഛനോട് ചോദിക്കുന്ന പോലെ, ആ ചക്കൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് ചോദിക്കുന്ന പോലെ RSSനോട് ചോദിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? അരവിന്ദ് കെജ്രിവാൾ വിശ്വസിക്കുന്നത് RSS ഒരു നല്ല സംഘടനയാണ്, അവർ ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ളതാണ്. ഇത് വോട്ടർ തട്ടിപ്പ്, ആളുകൾക്ക് പണം കൊടുത്ത് വോട്ട് മറിക്കുക, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഡിലീറ്റ് ചെയ്തതൊന്നും RSS അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ഓനെ വഴക്ക് പറയണം എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. അതായത് RSS നല്ലത്, BJP മോശം എന്ന് ഒരു പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യത്തിൽ ആ പാർട്ടിക്ക് പിന്നെ നിലനിൽപ്പില്ല എന്നാണ് അർത്ഥം.
RSSനെ ശരിയായി മനസ്സിലാക്കുക എന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യയിൽ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനുള്ള ഒരു മാർഗം. അത് മുൻപ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നില്ല. ഒരു കാലത്ത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് RSS പ്രവർത്തിക്കുകയും ഒരേ സമയം RSSലും കോൺഗ്രസ്സിലും പ്രവർത്തിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. RSS കുഴപ്പമില്ല എന്ന് കരുതുന്ന കോൺഗ്രസ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. RSS നല്ലതാണ് എന്ന് വിചാരിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ്സിനെതിരെ RSS വലിയ ബഹുജന മുന്നേറ്റം സൃഷ്ടിക്കുകയും ഇന്ദിരാഗാന്ധിക്കെതിരെ വലിയ സമരങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിലേക്ക് കടന്നു വരുന്നത് തന്നെ. പിന്നീടുള്ള ചരിത്രം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. RSS എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, RSSൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എന്താണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, RSSൻ്റെ ഒരേ ഒരു പൊളിറ്റിക്കൽ ചോയ്സ് അല്ല BJP. അതായത് BJP എല്ലാ കാലത്തും വിജയിപ്പിക്കുക, BJP എല്ലാ കാലത്തും അധികാരത്തിൽ ഏറ്റുക എന്നുള്ളതല്ല RSSൻ്റെ ലക്ഷ്യം. RSSൻ്റെ നയങ്ങളും പരിപാടികളും അവരുടെ അജണ്ടകളും നടപ്പാക്കാൻ വേണ്ടി ആര് വിജയിക്കണമോ ആര് ഭരിക്കണമോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് RSSൻ്റെ ലക്ഷ്യം. അത് കോൺഗ്രസ് ആണെങ്കിൽ അങ്ങനെ, CPM ആണെങ്കിൽ അങ്ങനെ, ആം ആദ്മി പാർട്ടി ആണെങ്കിൽ അങ്ങനെ, മറ്റേതെങ്കിലും പ്രാദേശിക കക്ഷികൾ ജയിച്ചാലാണ് തങ്ങളുടെ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണെങ്കിൽ അവർ ജയിപ്പിക്കുക. അതാണ് RSSൻ്റെ അജണ്ട. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിൽ നിന്ന് കോൺഗ്രസിനെ തുടച്ചു വെക്കാൻ ആം ആദ്മി പാർട്ടി RSSന് അനിവാര്യമായിരുന്നു. RSS ആം ആദ്മി പാർട്ടിയെ നേർക്കരെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയൊന്നും ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ എന്ന അണ്ണാ ഹസാരെയും അരവിന്ദ് കെജ്രിവാളും അതുപോലെ ഒരു സ്വാമി ഉണ്ടല്ലോ, യോഗ നടത്തുന്ന സ്വാമി ബാബാ രാംദേവും മുൻനിരയിലുണ്ടായിരുന്ന ആ മൂവ്മെൻറ്റിൻ്റെ ബീജാവാപം ചെയ്തത് RSS തിങ്ക് ടാങ്ക്സ് ആണെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. RSSും അരവിന്ദ് കെജ്രിവാളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ അതിനുള്ള തെളിവൊന്നുമില്ല. പക്ഷേ ആ ഇന്ത്യ അഗൻസ്റ്റ് മൂവ്മെൻറ്റ് അത് തുടങ്ങി വെച്ചത്, അതിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത് RSS ആണ് എന്നുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നിരിക്കെ അതിൽ നിന്ന് രൂപം കൊണ്ടുവന്ന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ്, അതിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരാൾ RSS ഇന്ത്യയിലൊരു പ്രശ്നമല്ല, BJP ആണ് പ്രശ്നം എന്ന് ചിന്തിച്ചാൽ അയാൾക്ക് സീരിയസ് ആയിട്ടുള്ള ഐഡിയോളജിക്കൽ പ്രശ്നമുണ്ട്. ഈ ഐഡിയോളജിക്കൽ പ്രശ്നത്തിൻ്റെ തിരിച്ചടിയാണ് ഡൽഹിയിൽ നമ്മൾ കാണുന്നത്. അരവിന്ദ് കെജ്രിവാൾ RSSകാരനാണ് എന്നും നമുക്ക് വാദിക്കാൻ മുമ്പിൽ തെളിവുകളൊന്നുമില്ല. പക്ഷേ RSS പ്രശ്നമല്ല എന്ന്, RSS ഒരു കുഴപ്പമില്ല, RSS അത്യാവശ്യം കൊള്ളാവുന്ന സംഘടനയാണ് എന്ന് കോൺഗ്രസ് തീരുമാനിച്ചപ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെ കരുതിയപ്പോൾ അവർക്ക് തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അതേ തിരിച്ചടിയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നേരിടുന്നത്. അപ്പോൾ ഐഡിയോളജിക്കലി നിങ്ങൾക്ക് ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിം വർക്ക് ഇല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ കഴിഞ്ഞ 10-15 വർഷത്തിനുള്ളിൽ നേരിട്ടിട്ടുള്ള സുപ്രധാനമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും നിലപാട് എന്തായിരുന്നു? അത് ജമ്മു കശ്മീരിൻ്റെ സ്വയം നിർണ്ണയാവകാശം എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ആവട്ടെ, പൗരത്വ പ്രക്ഷോഭമാവട്ടെ, പൗരത്വ ബില്ല് വന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അതാണ് ഏറ്റവും തമാശ. പൗരത്വ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ നടത്തിയൊരു പ്രസ്താവനയുണ്ട്, വളരെ രസകരമാണ്. അതായത് ഈ ബില്ല് നടപ്പാക്കി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുറേ ആൾക്കാരും കൊണ്ടുവരും, ഇവിടെയുള്ളവരുടെ ജോലി പോകും. അതായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതികരണം. അതായത് ഭരണഘടനാപരമായ ഈ രാജ്യത്തെ പൗരാവകാശം കുറേ അധികം ആളുകളിൽ നിന്ന് എടുത്തു മാറ്റുന്ന ഒരു വളരെ നിർണായകമായ, വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഭരണഘടനാ ഭേദഗതിയോട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് ഇതാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിൽ എന്ത് പ്രസക്തിയാണുള്ളത് എന്നാണ് ചോദിക്കാനുള്ളത്. ഒന്നുകിൽ നിങ്ങൾ ആ പൗരത്വ ബില്ലിനെ അനുകൂലിക്കുക അല്ലെങ്കിൽ എതിർക്കുക. അത് വന്നാൽ ജോലി പോകുമെന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ അത് എന്തൊരു തരം രാഷ്ട്രീയ നിലപാടാണ്, അതിലെവിടെയാണ് രാഷ്ട്രീയം എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ടാമത് കശ്മീരിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞു. രാമക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ എന്തായിരുന്നു അതിൻ്റെ നിലപാട്? അതായത് രാമക്ഷേത്രം നിർമ്മിക്കുന്നത് എന്തിൻ്റെ മുകളിലാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനോട് ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കളൊക്കെ പറയാം, ഞങ്ങൾ BJPയുടെ അജണ്ടയിൽ തലവെച്ച് കൊടുക്കാതെ ഞങ്ങളൊരു ട്രപ്പീസ് കളിക്കുകയാണെന്നാണ്. ആ ട്രപ്പീസ് കളിച്ചപ്പോൾ ഞാണമേന്ന് വീണതാണ് ആ കണ്ടത്. അപ്പോൾ ഡൽഹിയിലെ ഈ വീഴ്ച ഡൽഹിയിൽ മാത്രം പരിമിതമാവില്ല. ഇപ്പോൾ നമ്മൾ രാവിലെ കേട്ട വാർത്ത എന്താണ്? പഞ്ചാബിൽ 30 MLA-മാർ മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്ന് പറഞ്ഞ് കലാപം ഉയർത്തുന്നു. ഇന്ന് ഡൽഹിയിൽ അടിയന്തര യോഗം വിളിക്കുന്നു, നാളെ പഞ്ചാബിൽ അടിയന്തര യോഗം വിളിച്ചിരിക്കുകയാണ് കെജ്രിവാൾ. അത് ഇതിൻ്റെ അനുരണനങ്ങൾ പഞ്ചാബിലും ഉണ്ടാവും. എന്ന് മാത്രമല്ല, ഡൽഹി എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഹോട്ട് ബെഡായിരുന്നു ഈ രാഷ്ട്രീയത്തിൻ്റെ. അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു മാതൃക, ഞങ്ങൾ ഇത് ഡെലിവറി ചെയ്തു, ഞങ്ങൾ മൊഹല്ല ക്ലിനിക്ക് ഉണ്ടാക്കി, ഞങ്ങൾ ബസ് ഫെയറിലാണ്ട് യാത്ര ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന മാതൃകയാണ് ഡൽഹി. പഞ്ചാബിൽ അങ്ങനെ ഞങ്ങൾ അത് ചെയ്തു എന്ന് പറഞ്ഞ് ഇതുവരെയും കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, അതൊരു ഡൽഹി പോലെ ഡെലിവറബിൾ ആയിട്ടുള്ള ഒന്നും അവിടെ ഉണ്ടാക്കാനും ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചിട്ടില്ല. ഇനി ആം ആദ്മി പാർട്ടിയുടെ വികാസം സാധ്യമാക്കാൻ അങ്ങോട്ട് നോക്കൂ, ഡൽഹിയിലേക്ക് നോക്കൂ എന്ന് പറയാൻ അവർക്കൊരു ഡൽഹി ഇല്ല. പഞ്ചാബിലേക്ക് നോക്കൂ എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, കെജ്രിവാൾ അധികാരരഹിതനായി പുറത്തു നിൽക്കുകയാണ്. അധികാരത്തിലുള്ള കെജ്രിവാളല്ല, അധികാരത്തിന് വെളിയിലുള്ള കെജ്രിവാളിന് ഇനി അധികാരത്തിലേക്ക് വരാൻ വേണ്ടി ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ മൂവ്മെൻറ്റ് ഉണ്ടാക്കി വരാൻ പറ്റിയ അവസ്ഥയുമല്ല, അതിന് സാധ്യവുമല്ല. എന്നിരിക്കെ
ഡൽഹിയിലെ ഈ വീഴ്ച പഞ്ചാബിലും വലിയ തോതിലുള്ള അനുരണനങ്ങൾ ഉണ്ടാക്കും. എനിക്ക് തോന്നുന്നത് ആം ആദ്മി പാർട്ടി എന്ന താൽക്കാലിക പ്രതിഭാസം അസ്തമിക്കുന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അതാബ് സാഹിബ്, ഡൽഹിയെ പോലെ കാണേണ്ട ഒരു മണ്ണല്ല പഞ്ചാബ്. പഞ്ചാബിലെ ജനങ്ങൾ കുറെ കൂടി ഒരു പൊളിറ്റിക്കൽ പ്രബുദ്ധതയുള്ള ആളുകളും കൂടിയാണ്. അപ്പോൾ അവിടെ ഈ തുടക്കത്തിൽ തന്നെ ആദ്യ സർക്കാർ പകുതി എത്തുമ്പോൾ തന്നെ ഈ രീതിയിലുള്ള ഒരു കല്ലുകടി വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റിയ ഒരു കെൽപ്പ് ഇപ്പോൾ ആപ്പിനുണ്ടോ? ഇപ്പോൾ അജിംസ് ആപ്പിൻ്റെ ഈ ആം ആദ്മി പാർട്ടിയുടെ അടിസ്ഥാന ദൗർബല്യങ്ങൾ എന്താണെന്ന് അജിംസ് വിശദമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിൽ പിന്നെ ആ ഒരു പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. ഡൽഹിയിൽ മാത്രം പരിമിതമാവില്ല, അത് പഞ്ചാബിൽ അത് സ്വാഭാവികമായിട്ടുണ്ടാവും. പഞ്ചാബിലിപ്പോൾ നമ്മൾ കാണേണ്ട ഈ ഡൽഹി ഇലക്ഷനിൽ ഡൽഹിയിലെ ഈ പഞ്ചാബികൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളുണ്ടല്ലോ, അവിടെ പഞ്ചാബിൽ നിന്നുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA മാരും ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭഗവന്ത് സിംഗ് മാനൊക്കെ എത്രയോ ദിവസം വന്ന് പ്രസംഗിച്ചത്. അദ്ദേഹം പ്രസംഗിക്കാൻ വരുന്ന ആളുകളൊക്കെ കൂടുന്നുണ്ട്. പക്ഷേ ആ മണ്ഡലങ്ങളിലെല്ലാം AP തോൽക്കുക ചെയ്തത്. അതൊരു ലക്ഷണമാണ്. അപ്പം പഞ്ചാബികൾ തിങ്ങി താമസിക്കുന്ന ഡൽഹിയിലെ മണ്ഡലങ്ങളിൽ ആം ആദ്മി പാർട്ടി എങ്ങനെ പെർഫോം ചെയ്തെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം അവരെ സംബന്ധിച്ചത് അത്ര അട്രാക്റ്റീവായിട്ട് ഇപ്പോൾ നിൽക്കുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പഞ്ചാബിലെ എന്തോ ഒരു സംഘടനാ പ്രശ്നത്തിൻ്റെ പേരിൽ ആം ആദ്മി പാർട്ടിക്ക് എന്തോ കുഴപ്പം പറ്റുന്നല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ അജിംസ് പറഞ്ഞ മാതിരി അതിൻ്റെ അടിസ്ഥാന ദൗർബല്യങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ, 10 വർഷം തുടർച്ചയായി ഭരിച്ചൊരു സംസ്ഥാനത്ത് വീണ്ടും മൂന്നാമത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി പരാജയപ്പെടുന്നുള്ള ഭയങ്കരമായ തിരിച്ചടിയൊന്നുമല്ല. മാത്രമല്ല BJP എങ്ങനെയാണ് പരാജയപ്പെടുന്നത്? ആദ്യത്തെ ഇലക്ഷനിൽ മൂന്ന് MLA മാരാണ്. 67 സീറ്റിലാണ് AP ജയിക്കുന്നത്, 3 സീറ്റിലാണ് BJP ജയിക്കുന്നത്. പിന്നെ 2020 62 സീറ്റിൽ AP ജയിക്കുന്നു, 8 സീറ്റിൽ BJP ജയിക്കുന്നു. അതുമായിട്ട് താരതമ്യം ചെയ്ത് അതുപോലുള്ളൊരു പരാജയമല്ല. 22 സീറ്റിൽ അവർ വിജയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വൻ തിരിച്ചടി, വൻ പരാജയമാണ് എന്ന് വിലയിരുത്താൻ പറ്റില്ല. സ്വാഭാവികമായി നമ്മുടെ കക്ഷി രാഷ്ട്രീയ അധികാര രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന അതും ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന സംഭവം എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. 10 വർഷം ഭരിച്ച ഒരു സ്ഥലത്ത് തിരിച്ചടി നേരിടുന്നു, തോൽക്കുന്നു എന്നുള്ളത് അസാധാരണമായിട്ടുള്ള സംഭവമേ അല്ല. പക്ഷെ എന്നിട്ടും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആം ആദ്മി പാർട്ടിയുടെ ഒരേ ഒരു സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗവേണൻസ് ആയിരുന്നു എന്നുള്ളതാണ്. ഡൽഹിയിലെ ഗവേണൻസ് കാണിച്ചിട്ടാണ് ഹരിയാന ഡൽഹിക്ക് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമാണ് ഹരിയാനയും പഞ്ചാബും. അതാണ് അവരവിടെ വിൽക്കാൻ നോക്കിയത്. ഗോവ എന്ന് പറയുന്നതാണ് ഏതാണ്ട് ഡൽഹിയോട് മാനസികമായി ചേർന്ന് നിൽക്കുന്ന ഒരു സിറ്റി സ്റ്റേറ്റ് എന്ന് പറയാവുന്നൊരു സംസ്ഥാനമാണ് ഗോവ. അപ്പോൾ ഡൽഹിക്ക് പുറത്ത് ഹരിയാന, പഞ്ചാബ്, ഗോവ, പിന്നെ കുറച്ച് ഗുജറാത്ത്, ഇവിടെയാണ് ആം ആദ്മി പാർട്ടിക്ക് വേരുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗവേണൻസ് മാത്രം കാണിച്ചിട്ട് ഒരു രാഷ്ട്രീയം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ ഗവേണൻസ് ഭയങ്കര മോശമായതുകൊണ്ടല്ല ജനങ്ങൾ അതിനെതിരെ വിധി എഴുതിയത്. കാരണം ഗവേണൻസ് ആണ് ഞങ്ങളുടെ തുരുപ്പിച്ചിട്ട് ഗവേണൻസ് ആണെങ്കിൽ നോക്കൂ, ഡൽഹിയിൽ ഈ പറയുന്ന ഗവേണൻസ് ഏറ്റവും മികച്ച രീതിയിൽ നടത്താൻ BJPക്കാണ് സാധിക്കുക. കാരണം കേന്ദ്രഭരണം അവരുടെ കയ്യിലാണ്. ഈ പറയുന്ന ലെഫ്റ്റ് ഗവൺമെൻറ് BJP അതാണ് ചെയ്തത്. ഇവരുടെ ഈ ഗവേണൻസ് എന്ന് പറയുന്ന സംഗതിയെ പൊളിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ഗവർണർ ഉപയോഗിച്ചിട്ട് പരമാവധി തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പം BJP വന്നാൽ ഈ ജാതി തടസ്സങ്ങളുണ്ടാവില്ല. അപ്പോൾ ബെറ്റർ ഗവേണൻസ് ആണ് ആവശ്യം എങ്കിൽ നമുക്ക് BJP ആണ് ബെറ്റർ ഓപ്ഷൻ എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും AP പരാജയപ്പെടുന്നു. അപ്പോൾ ഇതിനെ മറികടക്കാൻ മാത്രമുള്ള അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയം അത് മുന്നോട്ട് വെക്കാൻ APക്ക് കഴിഞ്ഞിട്ടില്ല. അത് APക്ക് മാത്രമല്ല, കോൺഗ്രസ്സിനും കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ പൊതുവെ APയുടെ പരാജയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ പരാജയത്തെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ലെന്നേ, 90% സീറ്റുകളിലും. അത്രയും ദീർഘകാലം ആ പാർട്ടി ഒറ്റയ്ക്ക് ഭരിച്ച ഒരു സംസ്ഥാനമാണെന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് ഉത്തരേന്ത്യയിൽ BJPക്കെതിരായി ഉയർന്നു വരുന്ന രാഷ്ട്രീയം, അതിന് ഈ ദൗർബല്യമുണ്ട്. അതിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയം എന്താണ് മുന്നോട്ട് പോകുന്നത്? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അജിംസ് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വേണം, അതിനൊരു സോഷ്യൽ ബേസ് വേണം. സോഷ്യൽ ബേസ് വേണമെങ്കിൽ അതിനനുസരിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ് വേണം. നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്? നമ്മുടെ സോഷ്യൽ കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ്? സാമൂഹിക അടിത്തറ ഏതാണ്? ഇതേക്കുറിച്ചൊരു ധാരണ വേണ്ടേ? ആ ധാരണ ഉണ്ടാക്കുകയും അതാത് ജനസമൂഹങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യാൻ, അവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആശയങ്ങൾ, മുദ്രാവാക്യങ്ങൾ, വാക്കുകൾ അതുണ്ടാവുക എന്നുള്ളതാണ്. അതിന്
ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനും AAPക്കും സാധിക്കുന്നില്ല. അവർ രണ്ട് കൂട്ടരും ഒരേപോലെയാണ് ഈ വിഷയത്തിൽ നിന്നുള്ളതാണ് പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് AAP ഡൽഹിയിൽ ചെയ്ത കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ എന്താ ചെയ്തെന്നറിയോ? സ്കൂളുകളിലെ ബംഗ്ലാദേശി കുട്ടികളെക്കുറിച്ച് സർവേ, ബംഗ്ലാദേശി കുട്ടികൾ സ്കൂളിലുണ്ടോ എന്നൊരു സർവേ ഔദ്യോഗികമായിട്ട് നടത്തുകയാണ്. എന്തൊരു ഹ്യൂമിലിയേറ്റിംഗ് ആയുള്ള സംഗതി എന്ന് ആലോചിച്ച് നോക്ക്. ഈ പിള്ളേർക്കിടയിൽ ബംഗ്ലാദേശികളുണ്ടോ എന്ന് സർവേ നടത്തുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ. എന്തിനാണ് ചെയ്യുന്നത്? അത് ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, ബംഗ്ലാദേശികൾ എല്ലായിടത്തും നൊഴിഞ്ഞു കയറി, അത് AAPയും സബ്സ്ക്രൈബ് ചെയ്യണമെന്നേ. അപ്പോൾ നിങ്ങൾ ഈ അപസ്മാര ദേശീയത ഉപയോഗിച്ചിട്ടാണ് വോട്ടുകൾ പിടിക്കുന്നതെങ്കിൽ അതേക്കാൾ അപസ്മാരം ദേശീയത ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണ് കാണിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ റോഹിംഗ്യകൾക്കെതിരെ, ഡൽഹി ഇലക്ഷന് റോഹിംഗ്യകൾക്കെതിരെ, ബംഗ്ലാദേശികൾക്കെതിരെ, ഇവർക്കെതിരെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ആരാ ചെയ്യുന്നത്? AAP ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ BJP അപസ്മാര ദേശീയത ഉപയോഗിക്കുമ്പോൾ, ഈ തീവ്ര ഹിന്ദുത്വം ഉപയോഗിക്കുമ്പം അതിൽ നിങ്ങളെക്കാൾ കേമന്മാർ ഞങ്ങളാണ് എന്നൊരു കൂട്ടർ പറയാണ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചതും ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഈ അപസ്മാര ദേശീയത, ഹാർഡ് കോർ ഹിന്ദുത്വ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബെറ്റർ ഓപ്ഷൻ BJP തന്നെയാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലെ വോട്ടർ ബേസ് AAPയുടെയും BJPയുടെയും വോട്ടർ ബേസ് ഒന്ന് തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. കാരണം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ 62 സീറ്റ് നേടുന്ന AAP തൊട്ട് ശേഷം നടക്കുന്ന ലോക്സഭ തന്നെ ഒരു സീറ്റും നേടുന്നില്ല. അവർ മുഴുവൻ BJPക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, ഒരേ പ്ലേ ഗ്രൗണ്ടിൽ, ഒരേ ആൾക്കാരുടെ ഇടയിൽ കളിക്കുന്ന രണ്ട് ടീമാണ്. അപ്പോൾ ഞങ്ങളെടുത്താണ് നല്ല പ്രോഡക്റ്റുകൾ, നിങ്ങളെക്കാൾ നല്ല പ്രോഡക്റ്റുകളെന്ന് BJP പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അങ്ങോട്ട് പോകും. അപ്പോൾ ഈ AAPയുടെ പതനത്തിൽ AAPയേക്കാൾ പാഠം ഉൾക്കൊണ്ടത് കോൺഗ്രസ്സിനാണെന്ന് ഞാൻ പറയാം. കാരണം എന്ത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വരുന്നത്? ഏത് സമൂഹത്തെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്? ഈ നോക്കൂ, ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ദലിത്, പിന്നെ OBC വിഭാഗങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷം, ഈ ഒരു സാമൂഹിക വിഭാഗത്തിലേക്ക് കടന്നു ചെല്ലാതെ, അവരെ അഡ്രസ്സ് ചെയ്യാതെ, അവരെ ആകർഷിക്കാൻ കഴിയുന്ന അജണ്ടകളും മുദ്രാവാക്യങ്ങളും മുന്നോട്ട് വെക്കാതെ, അങ്ങനൊരു സോഷ്യൽ ബേസിൽ ഉണ്ടാക്കാതെ, മുഹബത്ത് കി ദുക്കാൻ നഫ്രത് ക ബസാർ മേ മുഹമ്മദ് ക ദുക്കാൻ പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയം മുന്നോട്ട് പോകില്ല. അത് പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ രാഷ്ട്രീയത്തിനും കൃത്യമായി ഒരു സാമൂഹിക അടിത്തറ, ഈ ഇലക്ട്രൽ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. ഈ ഇലക്ട്രൽ രാഷ്ട്രീയത്തിന് നമ്മളെ എപ്പോഴും പിന്തുണക്കാൻ സന്നദ്ധമായിട്ടുള്ളൊരു സോഷ്യൽ ബേസ് അതുണ്ടായിരിക്കണം. അമിത്ഷായുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഇങ്ങനെ ഓരോരോ സാമൂഹിക വിഭാഗങ്ങളെയും പ്രത്യേകമായി കണ്ട് അവരെ അഡ്രസ്സ് ചെയ്യാനുള്ള തുരുപ്പ് ചീട്ടുകൾ ഇറക്കുകയാണ്. അത് എത്രത്തോളം ശരിയാണ്, അവർക്ക് എത്രത്തോളം ഡെലിവർ ചെയ്യുന്നുണ്ട് എന്ന കാര്യമൊക്കെ വേറെ വിഷയം. ഈ നിലക്ക് ഒരു ബദൽ സാമൂഹിക അടിത്തറ ഉണ്ടാക്കാതെ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മറികടക്കാൻ പറ്റില്ല. അതിന് ഇന്ത്യയിൽ ശ്രമിച്ച, അതേക്കുറിച്ച് ധാരണയുണ്ടായിരുന്ന, അതേക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരുന്ന ഒരാളായിരുന്നു കൻഷിറാം. അതുകൊണ്ടാണ് നമുക്ക് AAPയുടെ മുന്നേറ്റത്തെക്കാൾ വേഗത്തിലും ആഴത്തിലുമായിരുന്നു BSPയുടെ മുന്നേറ്റം നമ്മൾ കാണും. ഇന്ത്യയിലെ ഡൽഹി എന്ന് പറയുന്ന കുഞ്ഞു സംസ്ഥാനമാണ് AAP പിടിച്ചത്. പക്ഷേ BSP എവിടെയാണ് പിടിക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള UP ആണ് പിടിക്കുന്നത്. അവിടെ ഒറ്റയ്ക്ക് ഭരിക്കുകയാണ്, 2ൽ കൂടുതൽ തവണ ഒറ്റയ്ക്ക് ഭരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ഒരു അടിത്തറ അവർ ഐഡൻറ്റിഫൈ ചെയ്യും, അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിന് സ്വയംകൃതാനാർത്ഥം എന്ന് പറയുന്ന ആ പാർട്ടിക്കകത്ത് ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന അഴിമതി എന്ന് പറയുന്ന അതിൻ്റെ ചളിക്കുഴിയിൽ അതിൻ്റെ നേതൃത്വം വീണതുകൊണ്ട് സ്വയം നശിച്ചു പോയതാണ്. അപ്പോൾ BSP എങ്ങനെയാണ് ഒരു സാമൂഹിക അടിത്തറ ഉണ്ടാക്കുകയും ആരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്തിൻ്റെ അധികാരത്തിലേക്ക് വരുന്നു, വളരെ പെട്ടെന്ന് ദേശീയ പാർട്ടിയാവുന്നു. പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഈ സംസ്ഥാനം, ഈവൻ നമ്മുടെ കർണാടകയിൽ പോലും അസംബ്ലി പ്രാതിനിധ്യം ഉണ്ടാക്കിയവർ വളരെ പെട്ടെന്ന് ഒരു പാൻ ഇന്ത്യൻ രാഷ്ട്രീയം അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റി. അത് സാധിച്ചെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ആശയപരമായി അവർ പ്രബലരായിരുന്നു, ശക്തരായിരുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള സംഘടനാശേഷി അവർക്കുണ്ടായില്ല. അപ്പോൾ AAPയുടെ തകർച്ചയിൽ, AAPയുടെ വീഴ്ചയിൽ AAP എന്തെങ്കിലും പാഠം പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു പാഠം പഠിക്കാവുന്ന ഒരവസ്ഥയിലല്ല അവർ ഗുഡ് ഗവേണൻസ് കൊണ്ട് എല്ലാം മറികടക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു സാധുക്കളാണ്. സത്യം പറഞ്ഞാൽ സാധുക്കളാണ്. ഇതിൽ പാഠമുള്ളത് കോൺഗ്രസ്സിനാണ്. എന്തായിരിക്കണം നമ്മുടെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ. മറ്റ് ഈ സബ് നാഷണാലിറ്റി എന്ന് പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ, ഈ
തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളാകട്ടെ, ബംഗാളാകട്ടെ, നോർത്ത് ഈസ്റ്റ് ആകട്ടെ, അവിടെ വേറൊരു രാഷ്ട്രീയമാണ്. അവിടങ്ങളിൽ ബി ജെ പിക്കെതിരായ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ മുന്നണി, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ അടിത്തറകളുണ്ട്. പക്ഷേ ഹിന്ദി ഹൃദയഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇത് മതിയാവില്ല. ഈ പറയുന്ന ഞങ്ങളാണ് നിങ്ങളെക്കാൾ ഭേദം എന്ന് പറയുന്ന ഈ രാഷ്ട്രീയം ഉണ്ടല്ലോ, ബി ജെ പിയുടെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയി കളിച്ച് തോറ്റുപോകുന്ന സംഗതി ഉണ്ടല്ലോ, അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം AAPയുടെ പരാജയത്തിൽ പാഠമുള്ളത് AAPക്കല്ല, കോൺഗ്രസ്സിനാണെന്നാണ് ഞാൻ പറയാം. അപ്പോൾ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയും വ്യക്തതയും ഇല്ല എന്നുള്ളത് തുടക്കം മുതൽ AAP പേറുന്ന ഒരു ദൗർബല്യമാണ്. അതിന് മുകളിലാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. എങ്ങനെ ആ പാർട്ടി അതിജീവിക്കുമെന്ന് കണ്ടറിയാം.